കാലവർഷം മുന്നിൽ കണ്ട് ജനങ്ങൾക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ച് ചെർപ്പുളശ്ശേരി നഗരസഭയിലെ കൗൺസിലർ വി.പി. ഷമീജ്. നഗരസഭയിലെ 12ാം വാർഡായ കച്ചേരിക്കുന്നിലെ പ്രധാന കൈത്തോടായ കാക്കാത്തോട് ശുചീകരിക്കുന്ന പ്രവൃത്തിയാണ് കൗൺസിലർ വി.പി. ഷമീജിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയത്. മുൻവർഷങ്ങളിലെ പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിച്ച തീരദേശവാസികൾക്ക് വലിയൊരു ആശ്വാസമാവുകയാണ് ഈ ജനകീയ ഇടപെടൽ. തൂതപ്പുഴയുടെ പ്രധാന കൈത്തോടായ കാക്കത്തോട് ഒടുവിൽ ശുചിത്വ സുന്ദരമാകുന്നു. ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ 12ാം വാർഡ് കച്ചേരിക്കുന്ന് കൗൺസിലർ വി.പി. ഷമീജിന്റെ മുൻകൈയാലാണ് വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മൺതിട്ടകളും മാലിന്യങ്ങളും നീക്കം ചെയ്തതോടെ പുനർജീവിപ്പിച്ചത്. വരാനിരിക്കുന്ന കാലവർഷത്തിൽ പ്രദേശവാസികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അടിയന്തര ശുചീകരണ പ്രവൃത്തി നടപ്പാക്കിയത്. കഴിഞ്ഞ 2 പ്രളയകാലത്തും കാക്കത്തോടിന്റെ തീരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടിരുന്നത്. തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ട് വെള്ളം ഉയർന്നതോടെ പരിസരത്തെ വീടുകളിലേക്ക് വെള്ളം കയറുകയും ജനങ്ങൾക്ക് വീടൊഴിഞ്ഞ് മാറി താമസിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. ഈ ദുരിതാവസ്ഥയ്ക്കാണ് കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഇടപെടലിലൂടെ ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് വോട്ടഭ്യർത്ഥിക്കാൻ വരുമ്പോഴും അതിൻ്റെ മുൻപും ഇവിടുത്തെ പ്രദേശവാസികൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചൊരു പ്രശ്നമായിരുന്നു കടുത്ത മഴയായി കഴിഞ്ഞാൽ ഇവിടെ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുക എന്നുള്ളത്. മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ പ്രളയ സമയത്തും അതിന് ശേഷവും വലിയ ആശങ്കയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ആളുകൾ താമസിച്ചിരുന്നത്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം കയറുമോ എന്നുള്ളൊരു ഭീതി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിനെ വോട്ടഭ്യർത്ഥിച്ച് ഈ പ്രദേശങ്ങളിലേക്ക് വന്നപ്പോഴെല്ലാം അവർ വലിയ ആശങ്കയോടുകൂടിയും പേടിയോടും കൂടി നമ്മളോട് സമ്മതിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഈ പ്രദേശത്തെ വർഷങ്ങളായി ഈ തോട്ടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മൺതിട്ടകൾ നീക്കം ചെയ്യണം എന്നുള്ളത്. 1ാം ഘട്ട പ്രവൃത്തിയാണ് ഇപ്പോൾ മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 300 മീറ്ററിനകത്ത് തന്നെ ഇവിടെ എൻ്റെ വാർഡിലെ സാനിറ്റേഷൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തോട്ടിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അതോടൊപ്പം സർക്കാർ എനിക്ക് അനുവദിക്കുന്ന ഓണറേറിയത്തിൽ നിന്നും ഒരു തുക മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി ഇവിടെ നടക്കുന്നത്. ഏകദേശം 300 മീറ്ററിനകത്ത് ഇപ്പോൾ വർഷങ്ങളോളമായി അടിഞ്ഞുകൂടിയ മൺതിട്ടകൾ നീക്കം ചെയ്യാൻ വേണ്ടി ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് പരിപൂർണ്ണമാകുന്നില്ല. എന്തായാലും നഗരസഭയുടെ നേതൃത്വത്തിൽ അടുത്ത വർഷ വാർഷിക പദ്ധതിയിൽ ഒരു പ്രൊജക്റ്റ് ഇതിനോടൊപ്പം വെച്ചുകൊണ്ട് തന്നെയാണ് നമുക്കിത് പരിഹരിക്കാൻ കഴിയുള്ളൂ. വലിയൊരു തുക ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. എന്തായാലും പോലും താൽക്കാലം ഒരു ആശ്വാസമായി ഇവിടുത്തെ ആളുകൾക്ക് ഈ വർഷം മഴക്കാലം വരുന്നതിന് മുൻപ് വെള്ളം കയറാത്ത രീതിയിലുള്ള ഒരു സൗകര്യം ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പരിഹാരമാകുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കില്ല. എങ്കിൽ പോലും ഒരു 1ാം ഘട്ട പ്രവൃത്തി എന്നുള്ള നിലയ്ക്കാണ് ഈ പ്രവൃത്തിയെ കാണുന്നത്. വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിഞ്ഞതിൽ അതിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏകദേശം നേരത്തെ പറഞ്ഞ 300 മീറ്ററിനകത്തുള്ള മണ്ണുകൾ ഇപ്പോൾ നീക്കം ചെയ്തു വരികയാണ്. തോട് വൃത്തിയാക്കിയതോടെ വരും ദിവസങ്ങളിൽ മഴ ശക്തമായാലും ഭയമില്ലാതെ കഴിയാമെന്ന് ആശ്വാസത്തിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. പിന്നെ ഞങ്ങൾ മഴക്കാലം വരുമ്പോൾ ഞങ്ങൾക്ക് ബേജാറിരിക്കുന്നു, പേടി വെപ്രാളത്തിരിക്കുന്നു. മഴ പെയ്യുമ്പോൾ കൂടിയും കുടിക്കെട്ട് മണ്ടേണ്ട അവസ്ഥയാണ് വൈകുന്നേരം ആയാൽ. ഇപ്പോൾ അതിന് ചെറിയൊരു ആശ്വാസമായി വരുന്നുണ്ട്. ആശ്വാസം തന്നെയാണ്. അപ്പോൾ അത് നമ്മളെങ്ങനെയും നമ്മളെ വാർഡ് മെമ്പർ ഷമീജിൻ്റെ മുഖാന്തരം ചെയ്തന്നല്ലോ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആക്കേണ്ട ഒന്നുകൂടി ഉഷാറായിരുന്നു. പൈസകൾ ഒന്നും കൂടി പിന്നെ അധികം പാസ്സാക്കി തന്നിട്ട് നമുക്കൂടി മേലെന്ന് ഒന്നും ഇങ്ങോട്ട് ക്ലിയർ ആക്കിയോ പിന്നെ മണ്ണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ വെള്ളം പൂവിന് പോയിരുന്നു തടസ്സമല്ലാതെ. അതും കൂടി ഒന്ന് ക്ലിയർ ആക്കുക, അത്രമാത്രം. ഇപ്പോൾ കുറച്ച് ബേജാറും അതൊക്കെ മാറും എന്ന് വിചാരിക്കുന്നു. മഴ പെയ്താൽ ഞങ്ങൾക്കൊരു കൂടി കുടിക്കെട്ട് മണ്ടേണ്ട അവസ്ഥയാണ്. പിന്നെ നമ്മൾക്കോളം ഉറക്കവയ്ക്കലും കുടിക്കലും അതൊക്കെ ഒരു പരിമിതിയാലെ ചിലപ്പോൾ തീർന്നുണ്ടാവും വിചാരിക്കുന്നു. കൗൺസിലറുടെ വ്യക്തിപരമായ ഓണറ്ററിയും തുകയും നഗരസഭയുടെ സാനിറ്റേഷൻ ഫണ്ടും സംയോജിച്ചാണ് ആദ്യഘട്ട പ്രവൃത്തികൾ വിജയകരമായി പൂർത്തിയാക്കിയത്. വരും ദിവസങ്ങളിൽ വാർഷിക പദ്ധതിയിൽ പ്രത്യേക ഫണ്ട് വകയിരുത്തി കാക്കത്തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായ തോതിൽ പൂർത്തീകരിക്കുമെന്ന് കൗൺസിലർ വി.പി. ഷമീജ് വ്യക്തമാക്കി. നഗരസഭയുടെയും ജനപ്രതിനിധിയുടെയും കൃത്യസമയത്തുള്ള ഈ ഇടപെടൽ കച്ചേരിക്കുന്ന് നിവാസികൾക്ക് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 1 ന്യൂസ്. 60 ഡയമണ്ട് റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആനിവേഴ്സറി ഓഫർ. ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനം. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പവും ഒരു സർപ്രൈസ് സമ്മാനവും. 5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ,
മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്,